ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് പയറിറച്ചി. കണ്ടാൽ നല്ല ഉണക്ക ബീഫ് പോലെ ഇരിക്കും, എങ്കിലും ആള് വെജിറ്റേറിയൻ ആണ്. പയറുവർഗ്ഗങ്ങൾ ഉണക്കി കേടുകൂടാതെ സൂക്ഷിക്കുന്ന വിദ്യയാണിത്. അധികം ആരും ട്രൈ ചെയ്യാത്ത ഈ റെസിപ്പിയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എല്ലാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് അളവിൽ ചെറുപയർ ചേർക്കാം. ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുതിര ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അളവിൽ കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉഴുന്ന് ആഡ് ചെയ്യാം. ഇത് സോക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഏഴ് മുതൽ 8 മണിക്കൂർ നേരം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 4 പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, പുതിനയില, കുരുമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു വാഴയിലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിതറി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഈ ഉരുളകളുടെ മീതെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിക്കൽ കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്കിത് 4 മുതൽ 5 ദിവസം വരെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇനി ഈ പയറിറച്ചി വെച്ച് അസാധ്യ ടേസ്റ്റിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് സബോളയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പയറിറച്ചി വൃത്തിയായി കഴുകിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് അല്പം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പയറിറച്ചി റെഡി ആയിരിക്കുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുക.